അസ്സലാമലൈക്കും. മനസ്സിലാ മജിദാക്ക, ആ ഞാൻ പരിപാടി ഒന്ന് ഉഷാറാക്കണം. എന്റെ ഹെൽപ്പ് എന്തേ വേണമെങ്കിൽ ഞാൻ അതിലേക്ക് കൂടിത്തരും ചെയ്യാം. ഞാൻ ഒന്ന് എന്റെ സ്ട്രോ കാര്യം പറഞ്ഞല്ലോ. ഒന്ന് സ്ട്രോങ് ആയിട്ട് പൂർത്തിയാക്കണം. അത് ഞാൻ എന്റെ കാര്യം പറഞ്ഞേ ഉം. അത് വേണ്ട. അത് വെച്ചാൽ ഞാനൊന്നും കൂടി പിന്നെ ആ കാര്യത്തില് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഉം. ആ പറഞ്ഞാലത് അത് വായിന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു ലാസ്റ്റ് ആയിരിക്കും, പിന്നെ അത് തിരിച്ചെടുക്കാനില്ല. ഉം. അപ്പൊ നമുക്കൊന്നും കൂടി ഒന്ന് ഇങ്ങനെ പഠിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞില്ലേ ഖുർആൻ അത്രമാത്രം അജയ്യമാണെന്ന്. ഉം. നോക്കട്ടെ, നമ്മൾ അജയ്യാണോ എന്ന് നോക്കട്ടെ, എല്ലാം പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ നമ്മൾ പഠിക്കാന്ന് പറഞ്ഞത്. ഞാനേ ഞാൻ അത് നല്ലോണം അജയ്യാണോ എന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് പറയാം. ഞാനേ കുറച്ചുണ്ട്. വേറൊരു മാറ്റർ, അതായത് രക്ത ചുരുക്കം മൊത്തത്തിൽ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാല്, തുടക്കം മുതൽ ഒടുക്കം വരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങള് ജനാധിപത്യ രീതിയിലാണ് കാര്യങ്ങൾ 100% കൈകാര്യം ചെയ്തത് എന്നുള്ളതും, ജനാധിപത്യ വ്യവസ്ഥ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത് എന്നുള്ളതും എനിക്കൊരു അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. അപ്പൊ അതല്ല എന്നുള്ളത് ചിത്രീകരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ബദർ എടുത്തിടാ, ഉഹൈദ് എടുത്തിടാ, ഖന്തക്ക് എടുത്തിടാ, ഏത് സകല വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത്ര പ്ലാറ്റ്ഫോം റെഡിയാണ്. എന്തും നിങ്ങൾക്ക് എടുത്തിടാ, ഒരു വിരോധമില്ല ഈ വിഷയത്തിൽ. അത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് എന്നുള്ളത് എനിക്ക് സ്ഥാപിക്കാൻ എന്നെ കൊണ്ട് 100% കഴിയും എന്നുള്ള ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ വിഷയം നിങ്ങളോട് ഉണർത്തുന്നത്. ഇന്ന് നമ്മളെ ഇത്രയും ഒരു സമയത്ത് ഇതേപോലെ ജനാധിപത്യ വ്യവസ്ഥ ലോകത്ത് വന്നിട്ടില്ല എന്നുള്ളതും അതൊരു ഭാവനയിലുള്ള ഒരു സംഗതി എന്നുള്ള നിലക്കും സംസാരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ മൈദാക്ക, ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു 10 ആയത്ത് നിങ്ങളേക്ക് ഇട്ട് തന്നു. അതിലുള്ള പോരായ്മകൾ എടുത്തിട്ടോളി, വിരോധമല്ല. ഞാനത് വെട്ടി നിർത്തി വൃത്തിയാക്കി തരാം. അതേ സ്ഥാനത്ത് ഭൗതികതയിലും കൂടി ഞാൻ വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് അത് റിസ്ക് കൂടും. ഇതിപ്പം പരിചയം മാത്രം എന്റെ കയ്യിലുള്ളൂ, വാള് കംപ്ലീറ്റ് നിങ്ങളെ കയ്യിലാണ്. അല്ല, എനിക്കിപ്പോ ആ വിഷയത്തില് പറയാനില്ലായിട്ടല്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതിലെന്തെങ്കിലും ഒരു അബദ്ധം കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെന്നും അത് ഉണ്ടാവും. നമ്മളിപ്പോ പരിശുദ്ധ ഖുർആൻ എന്നുള്ളതൊക്കെ എല്ലാവരും ആദരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ നമ്മള് അങ്ങനെ അങ്ങോട്ട് അവഹേളിച്ചായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നല്ലോണം പഠിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് വളരെ മോശമായ രീതിയിൽ നിങ്ങൾ ചിത്രീകരിച്ചിട്ട് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആളുകൾ, പ്രേക്ഷകർ കണ്ട വിഷയം കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ തന്നെ ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ പറയുള്ളൂ. ഒരു പ്രയാസ കാര്യത്തിൽ നിങ്ങൾക്ക് വരുന്നില്ല. അതല്ല എന്നുള്ളത് മറിച്ച് ചിത്രീകരിക്കുക, അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പരാജയം സംഭവിച്ചെന്ന് വരും. അതിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ പിന്മാറുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഇത് അഡ്വർടൈസ്മെന്റ് ചെയ്തു പോയി മൊത്തത്തിൽ എല്ലാരോടും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. 31 ഒരു 5 ദിവസം ഏകദേശം. ഇന്നിപ്പോ എത്ര ഡേറ്റ്? ഇന്നത്തെ ഡേറ്റ് അതായത് എത്ര സിമ്പിള് മാനവികത മൊത്തത്തിൽ ഇസ്ലാമിലും മറിച്ച് ഞാൻ ഒന്നും വെച്ചില്ലല്ലോ. എത്ര എളുപ്പമുണ്ട്, സിമ്പിള്. കാരണം പരിചയം മാത്രം എന്റെ കയ്യിലുള്ളൂ, വാളുങ്ങളെ കയ്യിൽ. നിങ്ങൾക്ക് എങ്ങനെയും വെട്ടാം. ഭൗതികതയിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടും. ആ ഒരു മാറ്റർ ഞാൻ വെച്ചിട്ടേ അല്ല. ഇത് വൺ സൈഡ് സിംഗിൾ ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഇതേപോലെ തന്നെ പച്ചയിലാണ് ലേഖത്തിനോട് എനിക്ക് വേണ്ട സബ്ജക്റ്റ് ഈ സെലക്ട് ചെയ്തെടുത്തോ എന്ന് പറഞ്ഞിട്ടാണോ എന്താക്കുന്നത്, സെലക്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണോ വൈദ്യ പോയത്. അപ്പൊ ഒരു 4-5 ദിവസം ബാക്കിയുണ്ട്. അതിലേക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത്, മാക്സിമം ട്രൈ ചെയ്ത് നിങ്ങൾ രൂപം കണ്ടെത്തണം. കാരണം ഇത്രയും പ്ലാറ്റ്ഫോം ക്ലിയറാ, ഞാൻ മറിച്ച് വെട്ടുന്നില്ല. ഞാന് 31-ാം തീയതി എന്നുള്ളത് നമ്മൾ തമ്മിൽ പബ്ലിഷ് ആക്കാൻ നമ്മൾ പറഞ്ഞില്ല. അങ്ങനല്ല, അത് പബ്ലിഷ് ചെയ്ത് എന്നുള്ളതും അത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. എന്റെ ഫോൺ നമ്പറും ഒക്കെ വെച്ചാട്ട് ഈ പിന്നെ അത് പിന്നെ ഇതിപ്പോ തന്നെ നമ്മളിപ്പം പറഞ്ഞതിപ്പം പിടിച്ചെടുത്തായിട്ട് യൂട്യൂബിൽ കൂടില്ല. അവിടെ എനിക്കത് പേടിണ്ട് ആ കാര്യത്തില്.
ഇതല്ലേ നമ്മൾ പറഞ്ഞത്. ദീന്റെ കാര്യത്തിൽ ഞാൻ പേടിച്ചണം നിങ്ങള്. അന്റെ കാലത്ത് പേടിണ്ട്, കാരണം ഇത് എല്ലാം യൂട്യൂബിക്ക് പിടിച്ചാണ് കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാത്തത്. ഞാനത് അധികം സംസാരിക്കാത്തത്. 2 ആഴ്ച മുന്നേ ഞാനത് ഇട്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ കോപ്പി ഇട്ടെന്നൊക്കെ ഞാൻ ചെയ്തത്. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എല്ലാ പേപ്പറും ക്ലിയറൻസ് ചെയ്തിട്ടാണ് എന്താക്കി നീങ്ങിയത്. ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് എന്നുള്ള ഇട്ട കോപ്പി വരെ നിങ്ങളേക്ക് വിടുന്നുണ്ടല്ലോ. ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് വ്യക്തിഹത്യ ചെയ്യുന്ന രീതി ഒന്നും ചെയ്യുന്നില്ല. മതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടാണ് അത് യൂട്യൂബിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള മറുപടി നിങ്ങൾ എനിക്ക് തരണം. അത് എൻ്റെ വലിയൊരു അത്യാവശ്യ ഘടകമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. നിങ്ങൾ ഒന്നില്ലെങ്കിൽ തിരുത്തണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഇതിന് മറുപടി എനിക്ക് തരണം. ഇതിന്റെ അപേക്ഷയാണ്. ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളിത് വിജയിച്ച ഞാൻ 1 ലക്ഷം ഉറുപ്പ്യ ഇനാമ് തരാന്ന് ഞാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ദീനിനെ സംബന്ധിച്ചിടത്തോളം 1 സൈഡ് ഹലാലാണ്, ഡബിൾ സൈഡ് ഹറാമാണ്. നിങ്ങൾക്ക് ഇനി ഇത് പരാജയപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ കലിമല്ലേ ഒക്കെ ഞാൻ എതിർപ്പണില്ല. അതിന്റെ ആവശ്യമല്ല, അത് നിങ്ങളെ ആവശ്യമാണ്. പക്ഷെ എന്നത് ഈ വിഷയത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ള നിങ്ങൾ ചെയ്ത് എനിക്ക് കാട്ടിത്തരന്റെ ഉത്തരവാദിത്ത. ശരി, അസ്സലാമു അലൈക്കും. ഇങ്ങനെയൊരു ബ്ലഡ് മണി കൊടുക്കുന്ന കാര്യം, ഇതിൽ ഈ ബ്ലഡ് മണി കൊടുക്കുന്ന കാര്യത്തിൽ ഈ സൂക്തത്തിൽ ചില അപാകതകളുണ്ട് എന്ന് തന്നെയാണ് ഈ പറയാതെ പറയുന്നത്. ആര്? ഗ്രാൻഡ് മുഫ്തി അടക്കം ഇതിൽ ഇടപെട്ടത് എന്തുകൊണ്ടാണ്? ഖുർആനിലെ ഈ നിയമത്തിൽ ചില അപാകതകളുണ്ട്. എന്താണ് ആ അപാകത? അവർ പറയാതെ പറയുന്ന ചില അപാകതകളുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇത്? ഈ ഗ്രന്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിത ചിട്ട ക്രമമായിരിക്കണം. ആ ജീവിത ചിട്ടയായിരിക്കണം നമ്മുടെ ചര്യ. ആ ചര്യയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ലോകരക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ നിന്നും ഇറക്കപ്പെട്ടതാണ്. ഏത്? ആ ഒരൊറ്റ ഒന്ന്. ഖുർആനും ഹദീസും എന്ന പ്രയോഗം ഖുർആനിൽ എവിടെയും സാധ്യമല്ല, കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് 167 സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരൊറ്റ ഒരു ആശയവുമായിട്ട്, തത്വചിന്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത്. ഖുർആൻ അമാനുഷികമാണ്. അത് എന്നും പ്രസക്തമാണ്. അന്നും ഇന്നും എന്നും ഒരുപോലെ പ്രസക്തമാണെന്ന് പറയുന്ന ധാരാളം ഉദ്ധരണികളും വാക്കുകളും പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞാണ്. എന്നാൽ ഖുർആനിൽ പറഞ്ഞ പല ശാസ്ത്രവശങ്ങളും അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞതാണെന്നും ഇന്നതിൽ പ്രസക്തിയില്ലെന്നും ഞങ്ങൾ പല തെളിവുകളും സഹിതം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽപ്പെട്ട 1-2 സംശയങ്ങളും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ കാര്യങ്ങൾക്കുള്ള മറുപടിയും കൂടി തന്നാൽ വളരെ ഉപകാരം.